നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. നിലപാട് വ്യക്തമാക്കി കാനം. അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് കാനത്തിന്റെ മറുപടി. പദ്ധതിയെക്കുറിച്ച് LDFൽ ചർച്ച നടന്നിട്ടില്ല. വിഷയത്തിൽ CPMന്റെ നിലപാടല്ല CPIയുടേത്. പാർട്ടി ഊന്നൽ നൽകുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്. പിണറായി നടത്തിയത് CPMന്റെ മാത്രം അഭിപ്രായമെന്നും കാനം രാജേന്ദ്രൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാകണമെന്ന് പിണറായി പറഞ്ഞത് നവകേരള മാർച്ചിനിടെ കഴിഞ്ഞ ദിവസം. അരികിലെത്തുന്ന സിക്ക രോഗവ്യാപന ഭീഷണിയിൽ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളും. കൊതുകു വഴി മാത്രം പടരുമെന്ന് കരുതപ്പെട്ടിരുന്ന മാരക രോഗം ലൈംഗിക ബന്ധത്തിലൂടെയും പകരുമെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ. രോഗബാധിത രാജ്യങ്ങളിലേക്ക് യാത്രാ നിയന്ത്രണം. US-ൽ ടെക്സാസ് സംസ്ഥാനത്ത് യുവതിക്ക് സിക്ക ബാധിച്ചത് വൈറസ് ബാധയുള്ള രാജ്യം സന്ദർശിച്ച് പുരുഷനുമായുള്ള ശാരീരിക ബന്ധത്തിലൂടെ. ഏഷ്യൻ രാജ്യങ്ങളിൽ ഭീതി പടർത്തി ഇന്തോനേഷ്യയിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്നലെ. ലോകമാകെ ഇതുവരെ സിക്ക രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് 16 ലക്ഷം പേരിൽ. 15 ലക്ഷം സിക്ക രോഗികളുള്ള ബ്രസീൽ രോഗ തലസ്ഥാനം. കൊളംബിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 20,000 കേസുകൾ. ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടനയുടെ അതിജാഗ്രത. ഗർഭസ്ഥ ശിശുക്കളിൽ തലയോട്ടി ചുരുങ്ങുന്ന മൈക്രോസെഫാലിക്കു കാരണമായ സിക്ക വൈറസ് പടർത്തുന്നത് ഈഡിസ് കൊതുകുകൾ. ഡെങ്കി, ചിക്കൻ ഗുനിയ പനികൾ പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കേരളത്തിലും വ്യാപകം. കൊതുകുകളുടെ പ്രജനനം തടഞ്ഞുള്ള പ്രതിരോധ നടപടികൾ ഊർജിതം. വിസിൽ മുഴങ്ങി, ഇനി വെടിയൊച്ച. 13ാം നിയമസഭയുടെ അവസാന സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ പരസ്പരം രാഷ്ട്രീയ ആക്രമണ സജ്ജരായി ഭരണ പ്രതിപക്ഷങ്ങൾ. നയപ്രഖ്യാപനം നടത്തരുത് എന്ന് ഗവർണറോട് പ്രതിപക്ഷം. ഭരണഘടനാ ബാധ്യത എന്ന് ഗവർണർ. സോളാർ കേസിലും ബാർക്കോഴയിലും മന്ത്രിസഭയെ പൊരിക്കാനുള്ള LDF നീക്കത്തിൽ പ്രത്യാക്രമണത്തിന് ഭരണപക്ഷം ആയുധമാക്കുക ലാവ്ലിനും കതിരൂരും. സർക്കാരിന്റെ ജനപിന്തുണയിൽ ഭീതി പൂണ്ടാണ് പ്രതിപക്ഷം തെളിവില്ലാത്ത ആരോപണങ്ങൾ ആയുധമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന്റെ രാജി ആവശ്യവുമായി നാളെ ഇടതുപക്ഷത്തിന്റെ നിയമസഭാ മാർച്ച്. മുഖ്യമന്ത്രിയെ വഴി നടത്തില്ലെന്ന് പിണറായിയുടെ ഭീഷണി. ബഡ്ജറ്റ് അവതരണ ദിനം കലക്കാനും സന്നാഹം. കാവിക്കു വഴി തുറന്ന് വോട്ട് പെട്ടി തുറക്കാൻ അമിത്ഷാ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പാർട്ടി ഒരുക്കങ്ങൾ വിലയിരുത്താൻ BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ. മുതിർന്ന നേതാക്കളുടെ യോഗം ഇപ്പോൾ ആലുവ പാലസിൽ. നിയമസഭാ ഇലക്ഷനിൽ വിവിധ സാമുദായിക കക്ഷികളുമായി BJPയുടെ നീക്കുപോക്കുകൾ മുഖ്യ ചർച്ചയാകും. വെള്ളാപ്പള്ളിയുടെ BDJS പാർട്ടിയുമായുള്ള സീറ്റ് ധാരണയിൽ പ്രാഥമിക കൂടിയാലോചന. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP നേടിയ 15% വോട്ട് വിഹിതം 20 വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഘടകത്തിന് അമിത്ഷായുടെ നിർദ്ദേശം. കേരളത്തിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ പാർട്ടി നേതാക്കളും ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക്. രാവിലെ കൊച്ചിയിലെത്തിയ അമിത്ഷായ്ക്കൊപ്പം കോർ കമ്മിറ്റി യോഗങ്ങളിൽ സാന്നിധ്യമായി കേന്ദ്രമന്ത്രിമാരായ പൊൻ രാധാകൃഷ്ണനും JP നദ്ദയും. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയുടെ കോട്ടയത്തെ സ്വീകരണത്തിലും ഷാ പങ്കെടുക്കും. സമവായം തേടി സർക്കാർ. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം. ഡൽഹി ചേരുന്ന യോഗത്തിൽ പരിഗണിക്കേണ്ട പ്രധാന ബില്ലുകളിൽ വിശദ ചർച്ച. ചരക്ക് സേവന ബിൽ പാസാക്കാൻ സഹകരിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടും. ബില്ലിൽ വിട്ടുവീഴ്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.